ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ സുഹൈൽ സി, ഈ പ്രോഗ്രാമിന് ഉദ്ഘാടനം നിർവഹിച്ച റാഷിദ് ശിഹാബ് തങ്ങൾ, മറ്റു വേദിയിരിക്കുന്ന പ്രഗത്ഭരെ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നാട്ടുകാരെ, കൂട്ടുകാരെ, കുടുംബക്കാരെ, ന്യൂ എവർഗ്രീൻ അതിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു എവർഗ്രീനായി നിൽക്കുകയാണല്ലേ. അല്ലാമ ഇക്ബാലിൻ്റെ ഒരു മനോഹരമായ ഒരു കവിതയുണ്ട്, ഒരു പ്രാർത്ഥനാ ഗീതം എന്നൊക്കെ പറയും നമ്മൾ. അതിൽ അദ്ദേഹം ഇങ്ങനെ വരി കുറിച്ചിട്ടു. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ലബ്പെ ആതി ഹെ ദുആ ബൻ കെ തമന്നാ മേരി, ജിന്ദഗി ശംഅ കി സൂരത് ഹോ ഖുദായാ മേരി. എൻ്റെ ചുണ്ടുകളിൽ വിടരുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളാണ്, അത് എൻ്റെ ജീവിതം വളരെ മനോഹരമാവണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി പറയുന്നത് മെര ദംസയൂഹി വത്തൻ കി സീനത്ത് എന്നുള്ളതാണ്. എൻ്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ നാടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കണം. ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ ന്യൂ എവർഗ്രീൻ, അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവർക്ക് നിങ്ങൾ നല്ലൊരു കയ്യടി കൊടുത്തേ. ഈ കയ്യടി പോരാ, നല്ലൊരു പവർഫുൾ കയ്യടി എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ ശ്വാസത്തിലും അവർ നാടിന് വേണ്ടി, ഓരോ പുതിയ ആളുകളെയും അനുമോദിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ അനുമോദിച്ചു. നമ്മുടെ ശിഹാബ്, മുഖ്യമന്ത്രിയുടെ അവാർഡ് കിട്ടിയ ശിഹാബിന് വരെ എല്ലാവരും നമുക്ക് ഒരു ഇൻസ്പിറേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എവർഗ്രീൻ്റെ പ്രോഗ്രാമിന് നമ്മളെല്ലാവരും എത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കവിതയിലെ വരിയാണ് ഓർമ്മ വരുന്നത്. ഒരൊറ്റ വാചകം കൂടി പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു 5 പേർക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കണം. ആ ഇരുന്നോടത്തുനിന്ന് കൊടുത്താൽ മതി. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഞാൻ 5 മുതൽ 1 വരെയാണ്. ഒരു 5 പേർക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞൊന്ന് കൈ കൊടുത്താൽ മതി. 5, 4, 3, 2, 1. ഓക്കെ, ശരി. ഇപ്പൊ 2-3 തരം ആൾക്കാരെ ഞാൻ കണ്ടുകൂടെ. അതിലിങ്ങനെ ചിലർക്ക് ഇപ്പൊ ആർക്കാ കൈ കൊടുക്കുക, ആരോടാ പറയാ, സ്റ്റെക്ക. ഒരു കാര്യം കൂടി ചെയ്യാം, ഒറ്റ ക്ലാപ്പ് ചെയ്ത് ഒറ്റ കൈയടി. അത് വാരിക്കോരി തരികയാണ്, കണ്ടോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിങ്ങളെല്ലാവരും നമ്മുടെ മനസ്സിങ്ങനെ പല സ്ഥലത്തും പോയിരിക്കുകയാണ്. ഇപ്പോൾ ക്ലാപ്പ് എന്ന് പറയുമ്പോൾ വാരിക്കോരി തരും, ഒന്നിലേക്ക് കോൺസെൻട്രേഷൻ ഇല്ല. അപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടിയിലാണ് നിങ്ങളുടെ ചിന്തകൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മദർ തെരേസയുടെ മുറിയുടെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചത്രേ, ദ ബിഗ്ഗസ്റ്റ് ഡിസീസസ് ഇൻ ദ വേൾഡ് ഈസ് നോട്ട് ട്യൂബർക്ലോസിസ് ഓർ ലെപ്രസി, ഇറ്റ് ഈസ് ബീങ് അൺനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഉണ്ടായിരുന്ന രോഗാവസ്ഥകൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗമായിരുന്നു, അല്ലെങ്കിൽ ചുമയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ പ്രയാസമാണ് കൂടെ ഉള്ളവനെ പരിഗണിക്കാത്തൊരു സ്വഭാവം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പരിഗണിക്കുമ്പോൾ, നമ്മുടെ ഭർത്താവിനെ പരിഗണിക്കുമ്പോൾ, ഭാര്യയെ പരിഗണിക്കുമ്പോൾ, കൂട്ടുകാരെ പരിഗണിക്കുമ്പോൾ, എല്ലാവരും പരിഗണിക്കുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇന്ന്, നാളെ, മറ്റന്നാൾ 1 തീയതികളിൽ 4 ദിവസമായിട്ട് കോഴിക്കോട് ബീച്ചിൽ ഡിസബിലിറ്റി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഈ ഡിസബിലിറ്റി ഫെസ്റ്റിൽ ഒന്ന് നിങ്ങൾ പോയി നോക്കണം, നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തരത്തിൽ ഡിസബിലിറ്റി ഉണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാന്ദർഭം സൂചിപ്പിക്കുകയാണ്. നിർത്തുകയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ കൂടെയുള്ളവരെ പരിഗണിക്കുക എന്ന് പറയുന്ന വലിയൊരു മെസ്സേജ്. നിങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ കൊടുത്തപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം. ഈ മുമ്പ് ഇരിക്കുന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത ആക്ടിവിറ്റി ആയപ്പോൾ അവരുടെ മുഖത്ത് ഞാൻ കണ്ടൊരു സന്തോഷം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂ എവർഗ്രീൻ ക്ലബ്ബ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഉണ്ട്. നിങ്ങളുടെ കൂടെ ഉള്ളവനിലേക്ക് നിങ്ങൾ കൈകൾ നീട്ടുമ്പോൾ ആ കൈകളാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഉള്ളവൻ്റെ അംഗീകാരത്തിൻ്റെ കൂടെ ഒരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ അതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഘടകം. അപ്പോൾ നമുക്കെല്ലാവർക്കും പരസ്പരം സന്തോഷിക്കാൻ നമ്മുടെ ഉള്ളിലുള്ളത് ഹൃദയത്തിൽ അറിഞ്ഞ് പരസ്പരം നൽകുക. ഏതായാലും സൈക്കോളജിയിൽ PhD കിട്ടി ഇവിടെ വന്നപ്പോൾ എൻ്റെ നാടിൻ്റെ സ്വീകരണം എനിക്ക് നൽകിയ ഈ ന്യൂ എവർഗ്രീന് പ്രത്യേക സ്നേഹം, നന്ദിയൊക്കെ അറിയിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് മാത്രം പറയുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.